ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് എന്താണ് ഫാസ്ടാഗ്, അത് എങ്ങനെയൊക്കെ നമുക്ക് വാങ്ങാം, എങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ അതിൻ്റെ ബാലൻസ് അറിയാം, എങ്ങനെ അത് റീചാർജ് ചെയ്യാം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻസും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്താണ് ഫാസ്ടാഗ്? ഫാസ്ടാഗ് എന്നാൽ നമ്മുടെ നാഷണൽ ഹൈവേകളിൽ ടോൾ പിരിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഫാസ്ടാഗ്. നമ്മുടെ വാഹനം ടോൾ ഗേറ്റിന് താഴെക്കൂടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി അതിൽ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ആ ടോൾ ഗേറ്റിൽ എത്രയാണോ ചാർജ് ഈടാക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായി കുറയുന്നു. ഇതാണ് സിമ്പിളായി പറയുകയാണെങ്കിൽ ഫാസ്ടാഗ്. റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു യുണീക്ക് ഐഡൻറ്റിറ്റിയാണ് ഓരോ ഫാസ്ടാഗിലും തന്നിരിക്കുന്നത്. യുണീക്ക് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ യുണീക്ക് അക്കൗണ്ട് നമ്പർ. ആ അക്കൗണ്ട് നമ്പറിൽ നമ്മുടെ കാറിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധിപ്പിക്കുന്നു. അതിനുശേഷം ക്യാഷ് അഡ്വാൻസായി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുന്നു. നമ്മുടെ വാഹനം ഓരോ പ്രാവശ്യവും ടോൾ ഗേറ്റിന് താഴെക്കൂടെ പോകുമ്പോൾ ഈ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ ആ ടോൾ ഗേറ്റിലെ സിസ്റ്റം മനസ്സിലാക്കുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി പൈസ കുറയ്ക്കുന്നു. അതാണ് ഫാസ്ടാഗ്. ഫാസ്ടാഗ് എങ്ങനെ നമുക്ക് വാങ്ങാം? ഫാസ്ടാഗ് ബാങ്കുകളിൽ നിന്ന് വാങ്ങാം. ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SBI, HDFC, ICICI, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബാങ്കിൽ നിന്നും വാങ്ങാം. അത് തന്നെ ഓൺലൈനുമായി പർച്ചേസ് ചെയ്യാം. കൂടാതെ ഈ നാഷണൽ ഹൈവേയുടെ സൈഡുകളിലുള്ള ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ നിന്നും നമുക്ക് നേരിട്ട് പോയി വാങ്ങിക്കാവുന്നതാണ്. ഫാസ്ടാഗ് വാങ്ങിക്കുവാൻ എന്തെല്ലാം രേഖകൾ വേണം? നമ്മുടെ RC ബുക്കിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്കിൻ്റെ കോപ്പി വേണം. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ട് കോപ്പി വേണം. ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് കോപ്പി വേണം. പിന്നെ കാറിൻ്റെ ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ഇതിൻ്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോയുടെ കോപ്പികൾ. ഇത്രയും കോപ്പിയായി നമുക്ക് ഏത് ബ്രാഞ്ചിൽ നിന്നാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് ഡയറക്റ്റായും വാങ്ങാം. കൂടാതെ ഇത് ഓൺലൈനുമായും നമുക്ക് വാങ്ങാവുന്നതാണ്. ഇത്രയാണ് ഫാസ്ടാഗ് വാങ്ങിക്കുവാനുള്ള കാര്യങ്ങൾ. എങ്ങനെ ഫാസ്ടാഗ് ഓൺലൈനായി വാങ്ങാവുന്ന ഓപ്ഷൻ. നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഫാസ്ടാഗ്, ബൈ ഫാസ്ടാഗ് എന്നടിക്കുക. ഫാസ്ടാഗ് ഓൺലൈൻ ഒരുപാട് ഓപ്ഷനുകൾ കിട്ടും നമുക്ക്. എയർടെൽ, കൊട്ടാക്, ഫാസ്ടാഗ്, ആക്സിസ് ബാങ്ക്, SBI, ഫെഡറൽ ബാങ്ക്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബാങ്കുകളും നമുക്ക് ഫാസ്ടാഗ് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് എങ്ങനെ വാങ്ങാമെന്ന് നോക്കാം. അപ്ലൈ ഓൺലൈൻ, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ലൊക്കേഷൻ, അവരുടെ ബ്രാഞ്ചിൽ നിന്ന് വാങ്ങാവുന്ന ലൊക്കേഷനിലാണ് ഇതിലുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ബ്രാഞ്ചുകളിൽ നിന്നെല്ലാം നമുക്ക് ഡയറക്റ്റായി പോയി നമുക്ക് ഫാസ്ടാഗ് വാങ്ങിക്കാം. സിറ്റി തൃശ്ശൂർ ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് അടുത്ത ഏതാണോ ബ്രാഞ്ച് അതിൽ പോയി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ പറഞ്ഞ രേഖകളെല്ലാം കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാം? കൊറോണയുടെ സമയമായതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 3 ആഴ്ച മുതൽ 4-5 ആഴ്ച വരെ സമയമെടുക്കുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്യുക. കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അപ്പോൾ വെഹിക്കിൾ ഡീറ്റെയിൽസ് ചോദിക്കും. അതിലാണ് നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് അടിക്കേണ്ടത്. അതിനുശേഷം പേയ്മെൻറ്റ് ഡീറ്റെയിൽ. നമുക്ക് ഓൺലൈനായിട്ട് നെറ്റ് ബാങ്കിങ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റ് നടത്താം, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫാസ്ടാഗ് എങ്ങനെ റീചാർജ് ചെയ്യാം. ഓക്കെ, അതിന് ഫെഡറൽ ബാങ്കിൻ്റെ സെയിം പേജിൽ തന്നെ വരിക. അതിൽ ക്വിക്ക് ഫാസ്ടാഗ് റീചാർജ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ചോദിക്കും ലോഗിൻ ID. നമ്മൾ ഏത് മൊബൈലിലാണോ ഫാസ്ടാഗ് എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ ഇതിൽ അടിച്ചു കൊടുക്കും. ഇൻ്റർനെറ്റ് OTP. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഫാസ്ടാഗിൻ്റെ അക്കൗണ്ട് നമ്പർ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഫാസ്ടാഗിലെ ബാലൻസ് ഇതിൽ കാണാം. ഇതിൽ നമുക്ക് എത്ര കാശാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു 100 അടിച്ചു. അതിനുശേഷം റീചാർജ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതാണ്: സ്മാർട്ട് ചെക്കൗട്ട്, കാർഡ്സ്, നെറ്റ് ബാങ്കിങ്, UPI. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാനിവിടെ നെറ്റ് ബാങ്ക് സെലക്ട് ചെയ്തു. ഇതൊക്കെയാണ് ബാങ്ക് ഓപ്ഷൻ തരുന്നത്. HDFC സെലക്ട് ചെയ്തു. പേ സെലക്ട് ചെയ്യുക. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണിച്ചു തരും. ഇത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. പേ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെറ്റ് ബാങ്കിൻ്റെ സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫാസ്ടാഗ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇത് സിറാമിക് പോയിൻറ്റ്സ് ആണ്. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇത് തൊട്ട് താഴെ റിയർ വ്യൂ മിററിൻ്റെ ബാക്കിലായിട്ട്. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് പൊസിഷൻ എന്ന്. ഓക്കെ, അതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഫാസ്ടാഗ് എപ്പോഴും
വണ്ടിയുടെ അകത്തു നിന്നാണ് ഒട്ടിക്കേണ്ടത്, പുറത്തുനിന്നല്ല. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്തതിൽ നമുക്ക് ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു മാർക്ക് പേന വെച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്കുണ്ട്. ഓക്കെ, അതിന് ശേഷം ഇതിൻ്റെ ഈ സ്റ്റിക്കർ, നമ്മുടെ കുട്ടികളുടെ നെയിം സ്ലിപ്പിൻ്റെ ലേബലിൻ്റെയൊക്കെ സ്റ്റിക്കറില്ലേ, അതുമാതിരി ഇങ്ങനെ പൊളിച്ചെടുക്കേണ്ടതാണ്. പൊളിച്ചെടുത്ത് ഇത് അകംവശത്ത് ഒട്ടിക്കണം. ഓക്കെ, കാണിച്ചു തരാം. ഫാസ്റ്റാഗ് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ലോണം ക്ലീൻ ചെയ്തോളൂ, തുണി ഉപയോഗിച്ച്. ഓക്കെ, നല്ലോണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്നൊരു എണ്ണമയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റിക്കർ ഊരിപ്പോരും. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്യാൻ മറക്കരുത്.